നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. ആധുനിക രീതിയിലുള്ള സർവകലാശാല ആരംഭിച്ച നഗരം ഏത്? കൊൽക്കത്ത, കൊച്ചി, ബാംഗ്ലൂർ, പുതുച്ചേരി. ആധുനിക രീതിയിലുള്ള സർവകലാശാല ആരംഭിച്ച നഗരമായിരുന്നു കൊൽക്കത്ത. സിഗാന്ത് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? കേരളം, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മേഘാലയ. റിഹാദ് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. ഇന്ത്യയുടെ വിശുദ്ധ നഗരം എന്നറിയപ്പെടുന്നത് ആഗ്ര, അഹമ്മദാബാദ്, വാരണാസി, മധുര. ഇന്ത്യയുടെ വിശുദ്ധ നഗരം എന്നറിയപ്പെടുന്ന നഗരമാണ് വാരണാസി. തമിഴ് ബൈബിൾ എന്നറിയപ്പെടുന്നത് തിരുക്കുറൽ, തോൽക്കപ്പായം, പ്രബന്ധമാലിക ഇവയൊന്നുമല്ല. തമിഴ് ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണ് തിരുക്കുറൽ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയ ശിലാഹിതങ്ങളിൽ ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഷ ഏത്? മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്. തമിഴാണ് ശരിയായ ഉത്തരം. തമിഴ്നാട്ടിലെ പ്രശസ്തമായ നൃത്തരൂപം ഏത്? ഇവയെല്ലാമാണ്. ലക്ഷദ്വീപിലെ ആകെ ദ്വീപുകളുടെ എണ്ണം എത്ര? 20, 16, 30, 36. ലക്ഷദ്വീപിലെ ആകെ ദ്വീപുകളുടെ എണ്ണം 36 ആണ്. ചൂട് നീരുറവ കാണപ്പെടുന്ന സിക്കിമിലെ സ്ഥലം ഏത്? യുംതാങ്, നാഥുല, ലത്തൂർ, ബിർള. ചൂട് നീരുറവ കാണപ്പെടുന്ന സിക്കിമിലെ സ്ഥലമാണ് നാഥുല. മദ്രാസ് പട്ടണത്തിന്റെ സ്ഥാപകനാര്? ഫ്രാൻസിസ് ഡേ, പവൻകുമാർ, കാമരാജ്, കെ ചന്ദ്രശേഖർ. മദ്രാസ് പട്ടണത്തിന്റെ സ്ഥാപകനായിരുന്നു ഫ്രാൻസിസ് ഡേ. ബാലിയാത്ര എന്ന ആഘോഷം പ്രചാരത്തിലുള്ള സംസ്ഥാനം? പഞ്ചാബ്, ത്രിപുര, ഒഡീഷ, സിക്കിം. ബാലിയാത്ര എന്ന ആഘോഷം പ്രചാരത്തിലുള്ള സംസ്ഥാനമാണ് ഒഡീഷ. കാലവർഷത്തെ സ്വാഗതം ചെയ്യാൻ ഗോവക്കാർ നടത്തുന്ന പരമ്പരാഗത ഉത്സവം ഏത്? സൗജോവോ, മസൂജി, ഗൊരാവോ, ഗിദദാസ്. സൗജോവോ എന്ന ഉത്സവമാണ്. കേരളത്തിൽ ആദ്യമായി ക്ഷീര ATM നിലവിൽ വന്ന ജില്ല ഏത്? എറണാകുളം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂര്. കേരളത്തിൽ ആദ്യമായി ക്ഷീര ATM നിലവിൽ വന്നത് എറണാകുളം ജില്ലയിലായിരുന്നു. സംസ്ഥാന രൂപീകരണം മുതൽ സമ്പൂർണ്ണ മദ്യനിരോധനം നിലവിലുള്ള ഏക സംസ്ഥാനം ഏത്? ഗുജറാത്ത്, മിസോറാം, മേഘാലയ, ത്രിപുര. ഗുജറാത്താണ് ശരിയായ ഉത്തരം. സർദാർ വല്ലഭായി പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന നഗരം ഏത്? അഹമ്മദാബാദ്, വഡോദര, ബറോഡ, സൂറത്ത്. അഹമ്മദാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത്. മഹാഭാരതത്തിൽ സുദാമാപുരി എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം ഏത്? പോർബന്ദർ, ഗാന്ധിനഗർ, ജാംനഗർ, ബാഗ്നഗർ. സുദാമാപുരി എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമായിരുന്നു പോർബന്ദർ. ആസൂത്രിത കമ്മീഷന്റെ അധ്യക്ഷൻ ആര്? ജവഹർലാൽ നെഹ്റു, നരേന്ദ്രമോദി, ഗുൽസാരിലാൽ നന്ദ, MK ഹമീദ്. ആസൂത്രിത കമ്മീഷന്റെ അധ്യക്ഷൻ നരേന്ദ്രമോദിയാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഏത്? ഒന്നാം പഞ്ചവത്സര പദ്ധതി, മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ശരിയായ ഉത്തരം. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതിയാണ് ഓപ്ഷൻ ബി. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത്? ജനാധിപത്യത്തിന്റെ വിവരാവകാശ നിയമമാണ് ശരിയായ ഉത്തരം. അറ്റോർണി ജനറലായിരുന്ന ആദ്യ മലയാളി ആര്? KK വേണുഗോപാൽ, CP സുധാകരൻ പ്രസാദ്, P തുഷാർ, MC ചാക്കോ. KK വേണുഗോപാലാണ് ശരിയായ ഉത്തരം. സൾഫ ഡ്രഗ്സ് കണ്ടുപിടിച്ചത് ആര്? ലിസ്റ്റർ, മെൻഡൽ,
എഡ്വേർഡ് ഹുയാങ്. സൾഫ ഡ്രഗ്സ് കണ്ടുപിടിച്ചത് ആര്? ലിസ്റ്റർ ആണ് ശരിയായ ഉത്തരം. ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? ഭാരതപ്പുഴ, കൃഷ്ണാനദി, പമ്പ, പെരിയാർ. ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഭാരതപ്പുഴ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ചീഫ് എഞ്ചിനീയർ ആരായിരുന്നു? PK ത്രേസ്യ, ഓമന കുഞ്ഞമ്മ, ഫാത്തിമ ബീവി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ചീഫ് എഞ്ചിനീയർ ആയിരുന്നു PK ത്രേസ്യ. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെ? എറണാകുളം, ആലുവ, കോഴിക്കോട്, തൃപ്പൂണിത്തുറ. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ സൃഷ്ടാവ് ആര്? മാർത്താണ്ഡവർമ്മ, ശക്തൻ തമ്പുരാൻ, സ്വാതി തിരുനാൾ, ഇരിയമ്മൻ തമ്പി. ആധുനിക തിരുവിതാംകൂറിന്റെ സൃഷ്ടാവായിരുന്നു മാർത്താണ്ഡവർമ്മ. സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിന്റെ പ്രവർത്തനം ആരംഭിച്ചതാര്? CP രാമസ്വാമി അയ്യർ, K മാധവൻ, P ഗോവിന്ദമേനോൻ, K രാമകൃഷ്ണൻ. സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിന്റെ പ്രവർത്തനം ആരംഭിച്ചത് CP രാമസ്വാമി അയ്യർ ആയിരുന്നു. കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം ഏത്? തെങ്ങ്, പേരാൽ, മാവ്, പ്ലാവ്. കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷമാണ് തെങ്ങ്. കേരളത്തിലെ പ്രധാന നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പട്ടാമ്പി, പാലക്കാട്, പൊന്നാനി, കോന്നി. കേരളത്തിലെ പ്രധാന നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പട്ടാമ്പിയിലാണ്. കേരളത്തിലെ ഏക ടൗൺഷിപ്പ് ഏത്? ഗുരുവായൂർ, ശാസ്താംകോട്ട, വേണാട്, മാവേലിക്കര. കേരളത്തിലെ ഏക ടൗൺഷിപ്പ് ഏത്? ഗുരുവായൂരാണ് ശരിയായ ഉത്തരം. ഭാരതീയ സങ്കല്പങ്ങളിലെ ബൃഹസ്പതി ഏത് ഗ്രഹമാണ്? വ്യാഴം, ശുക്രൻ, യുറാനസ്, ചൊവ്വ. ഭാരതീയ സങ്കല്പങ്ങളിലെ ബൃഹസ്പതി ഏത് ഗ്രഹമാണ്? വ്യാഴമാണ്. ബുദ്ധചരിതം രചിച്ചത് ആര്? അശോകൻ, ഭവഭൂതി, വസുമിത്രൻ, അശ്വഘോഷൻ. ബുദ്ധചരിതം രചിച്ചത് ആര്? ബുദ്ധചരിതം രചിച്ചത് അശ്വഘോഷനാണ്. ഒരു മനുഷ്യന്റെ കിഡ്നിയുടെ ശരാശരി ഭാരം എത്രയാണ്? 100 ഗ്രാം, 150 ഗ്രാം, 200 ഗ്രാം, 225 ഗ്രാം. ഒരു മനുഷ്യന്റെ കിഡ്നിയുടെ ശരാശരി ഭാരം 100 ഗ്രാം ആണ്. ഉപഭോക്താവ് രാജാവ് എന്ന് പറഞ്ഞതാര്? സ്വാമി വിവേകാനന്ദൻ, മഹാത്മാഗാന്ധി, ലാൽ ബഹദൂർ ശാസ്ത്രി, സുഭാഷ് ചന്ദ്രബോസ്. ഉപഭോക്താവാണ് രാജാവ് എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധി ആയിരുന്നു. ഷേക്സ്പിയർ എത്ര നാടകങ്ങൾ രചിച്ചിട്ടുണ്ട്? 19, 25, 37 നാടകങ്ങൾ, 28 നാടകങ്ങൾ. ഷേക്സ്പിയർ 37 നാടകങ്ങളാണ് രചിച്ചിട്ടുള്ളത്. ഒരു വസ്തുവിന്റെ ആക്കം 20% കൂടുമ്പോൾ അതിന്റെ ഗതികോർജം എത്രത്തോളം കൂടുന്നു? 20%, 40%, 44%, 50%. അതിന്റെ ആക്കം 44% കൂടുന്നു. കർണപടത്തിന് കേടുപാടുകൾ ഉണ്ടാക്കുന്ന ചുരുങ്ങിയ ശബ്ദ തീവ്രത എത്ര? 20 ഡെസിബൽ, 60 ഡെസിബൽ, 100 ഡെസിബൽ, 160 ഡെസിബൽ. 160 ഡെസിബൽ ആണ്. ഇപ്പോഴത്തെ പാട്ന നഗരത്തിന്റെ പഴയ പേരെന്ത്? പടലിപുത്രം, ഉജ്ജയിനി, ഇന്ദ്രപ്രസ്ഥം, കൊണാർക്ക്. ഇപ്പോഴത്തെ പാട്ന നഗരത്തിന്റെ പഴയ പേരായിരുന്നു പാടലിപുത്രം. ഒളിമ്പിക്സിലെ അത്ലറ്റിക്സിൽ സെമി ഫൈനൽ ഘട്ടത്തിൽ എത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത? MD വത്സമ്മ, PT ഉഷ, ഷൈനി വിൽസൺ, അഞ്ജു ബോബി ജോർജ്. ഷൈനി വിൽസൺ ആണ് ശരിയായ ഉത്തരം. താഴെ പറയുന്നവയിൽ ഏതാണ് 1 ഇഞ്ചിന് തുല്യമായത്? 2 സെന്റിമീറ്റർ, 2.50 സെന്റിമീറ്റർ, 3.540 സെന്റിമീറ്റർ, 2.540 സെന്റിമീറ്റർ. 2.540 സെന്റിമീറ്റർ ആണ്. T രാജൻ പൊതുവാൾ ഏത് രംഗത്ത് പ്രശസ്തനായിരുന്നു? കഥകളി നടൻ, ഫോട്ടോ എഡിറ്റർ, സിനിമാ സംവിധാനം,
നാടക നടൻ. ടി രാജൻ പൊതുവാൾ ഫോട്ടോ എഡിറ്ററിൽ പ്രശസ്തനായിരുന്നു. തൂങ്ങിയ സ്തനങ്ങൾ കാണപ്പെടുന്ന സ്ത്രീകളുടെ പ്രത്യേകത അമിത വികാരം ഉള്ളവരായിരിക്കും. നിർവികാര്യത, കുറഞ്ഞ വികാരം, കൂടിയ രതിമൂർച്ച. തൂങ്ങിയ സ്തനങ്ങൾ കാണപ്പെടുന്ന സ്ത്രീകളിൽ അമിത വികാരം കാണപ്പെടുന്നു.